കർത്താവിന്റെ വലിയ നാമത്തെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. ദൈവത്തെ സ്തോത്രം ചെയ്യാം. നമ്മൾ ഈ ചാർട്ടാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചാർട്ടിന്റെ അനാദിയിൽ നമ്മൾ ആരംഭിച്ച് ഇപ്പോ നമ്മൾ വന്നെത്തി നിൽക്കുന്നത് അവസാനത്തെ 3 കാര്യത്തിലാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു അടയാളം നിങ്ങൾക്ക് കാണാം. അതിനാണ് നമ്മൾ പുതിയ യെരുശലേം എന്ന് പറയുന്നത്. അതിന്റെ താഴെ റൈറ്റ് സൈഡിൽ എൻഡിൽ അവസാനം മറ്റൊന്ന് ഒരു വൃത്താകാരത്തിൽ 3 കളറിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് പുതിയ ആകാശം, പുതിയ ഭൂമി. അതിന്റെ താഴെ ലൈറ്റ് ബ്ലൂ കളറിലുള്ളതാണ് നിത്യത. അവിടെ നമ്മുടെ ഈ സബ്ജക്റ്റ് തീരും. അപ്പൊ ഇനി ഇതിന്റെ ഇടയിൽ ഉള്ള കാര്യം അത്രേ ഉള്ളൂ എങ്കിൽ പോലും ഇതിനകത്ത് കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഞാനത് ഇന്ന് അതിന്റെ പിറകോട്ടുള്ള പേജുകൾ മറിച്ച് അന്വേഷിച്ച് വന്നപ്പോ പെട്ടെന്ന് 1 മാസം കൊണ്ട് തീർക്കാമെന്ന് വിചാരിച്ചതാണെങ്കിലും തീർക്കണേ ഒരാഴ്ച കൊണ്ട് തീർക്കാം. പക്ഷേ അങ്ങനെ അങ്ങ് ഓടിച്ച് തീർക്കാതിരുന്നാൽ നിങ്ങൾക്കത് പ്രയോജനം കിട്ടുമല്ലോ എന്നുള്ളത് കൊണ്ട് ഇന്ന് നമ്മൾ പുതിയ ഭൂമി എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ന്യൂ എർത്ത്, പുതിയ ഭൂമി. ഈ വിഷയം ശരിക്കും പുതിയ ഭൂമി എന്ന് പറയുന്നത് ഭൂമിക്കുണ്ടായ പല അവസ്ഥാന്തരങ്ങളിലെ ഏറ്റവും ഒടുവിലത്തേതാണ് എന്ന് വേണമെങ്കിൽ പറയാം. അവസ്ഥാന്തരങ്ങൾ എന്നുള്ളത് നിങ്ങൾ ഈ ചിത്രത്തിൽ ശ്രദ്ധിച്ചാൽ കാണാം. ഏറ്റവും ആദ്യം ഒരു ചുമന്ന കളറിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആദിമ ഭൗമ പർദീസ എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അഥവാ ദൂതന്മാർ പാർത്തിരുന്ന ഭൂമി. അതാണ് ആദ്യത്തെ ഭൂമി. ആ ഭൂമിയെ ദൈവം ശിക്ഷിച്ചതാണ് യെല്ലോ കളറിൽ കൊടുത്തിട്ടുള്ളത്. പാഴും ശൂന്യവുമായി തീർന്ന ഭൂമി. അത് ഭൂമിക്കുണ്ടായ 2ാമത്തെ മാറ്റമാണ്. വീണ്ടും ആ ഭൂമിയെ ദൈവം പുനരുദ്ധരിച്ചു. അതാണ് ആദിമ ഭൗമ പർദീസ എന്ന പേരിൽ നമ്മളവിടെ കൊടുത്തിട്ടുള്ളത്. ആ റോസ് കളർ ലെഫ്റ്റ് സൈഡില്. വീണ്ടും നമ്മൾ ഇന്നത്തെ ഭൂമിയാണ് പാപത്തിനും ശാപത്തിനും അധീനമായ ഭൂമി. അഥവാ ഇന്നത്തെ ഭൂമിയാണ് ആ നേവി ബ്ലൂ കളറിൽ കൊടുത്തിട്ടുള്ള വൃത്തം. ഇപ്പൊ ദൂതന്മാരുടെ അധികാരത്തിന് കീഴിലായിരുന്ന ഭൂമി, അവർ പാപം ചെയ്തപ്പോൾ ആ ഭൂമിയെ ശിക്ഷിച്ചു. ആ ശിക്ഷിക്കപ്പെട്ട ഭൂമിയെ മനുഷ്യന് വേണ്ടി പുനരുദ്ധരിച്ചു. അതിൽ മനുഷ്യനെ പാർപ്പുകാരാക്കി. അവർ പാപം ചെയ്തപ്പോൾ ആ ഭൂമിയെ ദൈവം ശിക്ഷിച്ചു. അതാണ് പാഴും ശൂന്യവുമായി തീർന്ന ഭൂമി. ഇനി നമ്മൾ ആ ഭൂമിക്കൊരു മാറ്റം കാണുന്നത് മുൻപോട്ട് വരുമ്പോ സഹസ്രാബ്ദ വാഴ്ചയില് ആണ് പിന്നീട് ആ ഭൂമിക്ക് ഒരു മാറ്റം ഉണ്ടാകുന്നത്. അതെങ്ങനെയാണ് ആ മാറ്റം? പാപത്തിനും ശാപത്തിനും അധീനമായ ഭൂമിയെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും വിമുക്തമാക്കി മനുഷ്യന് പാർക്കാനായിട്ട് കൊടുക്കുകയാണ്. ശാപവിമുക്തമായ ഭൂമി, അതാണ് സഹസ്രാബ്ദ ഭൂമി. ശാപവിമുക്തമായ ഭൂമി. അപ്പോൾ എത്രയായി? 1 ആദ്യ ഭൂമി, 2, 3, 4, 5ാമത്തെ ഭൂമിയുടെ 5ാമത്തെ സ്വഭാവമാണ് ശാപവിമുക്തമായ ഭൂമി. ആ ഭൂമിയിൽ ശാപമില്ല. ആ ഭൂമിക്കുണ്ടായ 6ാമത്തെ അവസ്ഥാന്തരമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന പുതിയ ഭൂമി. ആ ഭൂമിയെ, ഏത് ഭൂമിയെ? ശാപവിമുക്തമായ സഹസ്രാബ്ദ ഭൂമിയെ പന്തം പോലെ കത്തിച്ച് അതിന്റെ മൂലപദാർത്ഥങ്ങൾ കത്തി അഴിഞ്ഞ്
ഒരു പുതിയ ഗോളം രൂപപ്പെട്ട്, ഒരു പുതിയ ആകാശം രൂപപ്പെട്ട് ആ ഭൂമി സമഗ്രമായി മാറ്റപ്പെടുകയാണ്. അങ്ങനെ മാറ്റപ്പെട്ട ഒരു പുതിയ അന്തരീക്ഷത്തിലേക്ക് നീക്കം ചെയ്യപ്പെട്ട ആ ഭൂമിയെയാണ് നമ്മൾ പുതിയ ഭൂമി എന്ന് വിളിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതാണ് പുതിയ ഭൂമി. ഇതുവരെയുള്ള നമ്മൾ പഠിച്ച കാര്യങ്ങളെ നിങ്ങളൊന്ന് ഓർക്കാൻ വേണ്ടി ഞാൻ അതൊന്ന് ക്രമപ്പെടുത്തി പറഞ്ഞാൽ, കർത്താവിന്റെ മധ്യാകാശത്ത് വരവിങ്കൽ ഒരു വിശ്വാസി കർത്താവിനോട് കൂടെ ആയിത്തീരുന്നു. അതാണ് നിങ്ങൾക്ക് ആ ചിത്രത്തില് സഭ, സ്വർഗരാജ്യം, ദൈവരാജ്യം എന്നും പറഞ്ഞ് ശവക്കല്ലറ എന്ന് എഴുതിയിരിക്കുന്നതിന്റെ മുകളിലൊരു 3 നിറത്തിലൊരു വൃത്തം കൊടുത്തിട്ടുണ്ട്. അവിടെ വെച്ചാണ് സഭ എടുക്കപ്പെടുന്നത്. അവിടെ മുതലുള്ള കാലക്രമം ഞാനൊന്ന് വേഗത്തിൽ പറയുകയാണ്. മധ്യാകാശത്തെ വരവിങ്കൽ സഭ കർത്താവിനോടുകൂടെ, അല്ലെങ്കിൽ വിശ്വാസി കർത്താവിനോടുകൂടെ, അല്ലെങ്കിൽ വിശുദ്ധന്മാർ കർത്താവിനോട് കൂടെ ആയിത്തീരുന്നു. അതോടെ ശരീരം തേജസ്കരിക്കപ്പെടുന്നു. അത് കഴിഞ്ഞ് ക്രിസ്തുവിന്റെ ന്യായാസനത്തിനു മുൻപിലെ പരിശോധന കഴിഞ്ഞ് ആ നേരെ മുകളിൽ കാണുന്ന ആ ചെയർ, അതാണ് പരിശോധന. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിലെ പരിശോധന കഴിഞ്ഞ് പ്രതിഫലം പ്രാപിക്കുന്നു. അങ്ങനെ പ്രതിഫലം പ്രാപിച്ച സഭ പിതാവിന്റെ സന്നിധിയിൽ പുതിയ യെരൂശലേമിലേക്ക് മണവാളനായ ക്രിസ്തുവിനോട് കൂടെ പ്രവേശിക്കുന്നു. പ്രതിഫലം പ്രാപിച്ച സഭ മണവാളനായ ക്രിസ്തുവിനോട് കൂടെ പുതിയ യെരൂശലേമിലേക്ക് പ്രവേശിക്കുന്നു. പിന്നെ നടക്കുന്ന പ്രധാന സംഭവം കുഞ്ഞാടിന്റെ കല്യാണ മഹോത്സവമാണ്. കുഞ്ഞാടിന്റെ കല്യാണമാണ്. അത് കഴിഞ്ഞ് കർത്താവ് ഭൂമിയിലേക്ക് വരുന്നു. ഒരു 4 ആരോ മാർക്ക് താഴോട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ കാണുന്നുണ്ടാകും. കർത്താവ് സകല വിശുദ്ധന്മാരുമായി ഭൂമിയിലേക്ക് വരുന്നു. ആയിരം ആണ്ട് കർത്താവിനോട് കൂടെ വാഴുന്നു. ആ 1000 വർഷത്തിന്റെ അവസാനം വീണ്ടും കർത്താവിനോട് കൂടെ നമ്മൾ പിതൃസന്നിധിയിലേക്ക് പ്രവേശിക്കുന്നു. അത് എത്ര കാലഘട്ടം എന്ന് വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല. ഇത്രയും കാര്യങ്ങൾ പുതിയ ഭൂമിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുൻപ്
നടന്നു പോകുന്ന സംഭവങ്ങളാണ്. ഇതാണ് അതിന്റെ ക്രമം. അങ്ങനെ നമ്മൾ പുതിയ യെരുശലേമിലേക്ക് പ്രവേശിച്ചാൽ നമുക്ക് സമ്പൂർണ്ണ ആനന്ദം പ്രദാനം ചെയ്യുന്നു. അതിനുശേഷം നാം പ്രവേശിക്കാൻ പോകുന്ന രംഗമാണ് പുതിയ ഭൂമി. അതിനെക്കുറിച്ചുള്ള ചുരുക്കമായ ചില വിശദീകരണങ്ങൾ നമുക്ക് ദൈവവചനത്തിലുണ്ട്. വെളിപ്പാട് 21:1 മുതൽ 22:5 വരെയുള്ള ഭാഗങ്ങൾ ഈ രംഗത്തിന്റെ ചെറിയൊരു വിശദീകരണമാണ്. പുതിയ ഭൂമിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വളരെ കൃത്യമായ, വളരെ സംക്ഷിപ്തമായ, ക്രമമായ ഒരു വിശദീകരണമാണ് നമുക്ക് 21:1 മുതൽ 22:5 വരെ നമുക്ക് ലഭിക്കുന്നത്. ഈ പുതിയ ഭൂമിക്ക് മുമ്പേ പല രംഗങ്ങളിലായി പല കാലങ്ങൾ നാം കഴിക്കേണ്ടി വരുമെങ്കിലും ഈ കാലങ്ങളെയെല്ലാം ചാടിക്കടന്നുള്ള ഒരു വീക്ഷണമാണ് വിശുദ്ധ പത്രോസിന് ലഭ്യമായിട്ടുള്ളത്. 2 പത്രോസ് 3:13. 2 പത്രോസ് 3:13. എന്താണ് പത്രോസിന് ലഭിച്ചിരിക്കുന്ന വീക്ഷണം? എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. 2 പത്രോസ് 3:13. എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. ഈ വാക്യപ്രകാരം നമുക്ക് തോന്നും അതിനപ്പുറത്തുള്ളതൊന്നും പൂർണ്ണമല്ല എന്ന് നമുക്ക് തോന്നാം. പക്ഷെ അങ്ങനെയല്ല. എല്ലാ കാലഘട്ടത്തിലും അതിൻ്റെതായ പൂർണ്ണതകളുണ്ട്. ഇത് സഹസ്രാബ്ദ വാഴ്ചയല്ല. ഏതായാലും പുതിയ ഭൂമിയാണ് നമ്മുടെ പ്രതീക്ഷാകാലം. പുതിയ ഭൂമിയാണ് നമ്മുടെ പ്രതീക്ഷാകാലം. നമ്മൾ പ്രത്യാശിക്കുന്ന കാലം ആ പുതിയ ഭൂമിയാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയെക്കുറിച്ചുള്ള ചെറിയൊരു പഠനം നമുക്ക് വളരെ അനിവാര്യമായിരിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിട്ടുള്ള വിഷയങ്ങളും സംഭവങ്ങളും കാലക്രമം അനുസരിച്ചാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ, ഈ വാചകം നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടെഴുതണം. ചുരുക്കി പറഞ്ഞാൽ, വേദപുസ്തകത്തിലെ 65 പുസ്തകങ്ങളിലായി ചിന്നിച്ചിതറിക്കിടക്കുന്ന പ്രാവചനിക കാലങ്ങളെ എല്ലാം കാലാനുക്രമണികയനുസരിച്ച് അഥവാ കാലക്രമം അനുസരിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള പുസ്തകമാണ് 66-ാമത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം.
ഒന്നുകൂടി പറയാം. 65 പുസ്തകങ്ങളിലായി ചിതറിക്കിടക്കുന്ന പ്രാവചനിക വിഷയങ്ങളെ കാലക്രമം അനുസരിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള പുസ്തകമാണ് 66-ാമത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് 1 അല്ലെങ്കിൽ വെളിപ്പാട് 1 മുതൽ 3 വരെ, വെളിപ്പാട് പുസ്തകം 1 മുതൽ 3 വരെ അധ്യായങ്ങൾ സഭയെക്കുറിച്ചാണ് പറയുന്നത്. സഭയെക്കുറിച്ചുള്ള ദർശനമാണ്. 1 മുതൽ 3 വരെ സഭയെക്കുറിച്ചുള്ള ദർശനമാണ്. അടുത്ത സംഭവം മഹാപീഡനകാലമാണ്. അതിനെക്കുറിച്ച് പറയുന്നത് 4-ാം അധ്യായം മുതൽ 19-ാമത്തെ അധ്യായം വരെയാണ് മഹാപീഡനകാലത്തെ കുറിച്ച് പറയുന്നത്. അടുത്ത പ്രധാനപ്പെട്ട സബ്ജക്റ്റ് എന്ന് പറയുന്നത് സഹസ്രാബ്ദ വാഴ്ചയാണല്ലോ. സഹസ്രാബ്ദ വാഴ്ചയെ കുറിച്ച് പറയുന്നത് 20-ാമത്തെ അധ്യായം 1 മുതൽ 10 വരെയാണ് സഹസ്രാബ്ദകാല സംഭവങ്ങളെ കുറിച്ച് പറയുന്നത്. 20-ന്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ അന്ത്യന്യായവിധിയെ കുറിച്ചാണ് പറയുന്നത്. 20-ന്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ന്യായവിധിയെ കുറിച്ചാണ് പറയുന്നത്. 21, 22 അധ്യായങ്ങളിൽ പുതിയ ആകാശഭൂമിയെ കുറിച്ച്, പുതിയ യെരുശലേമിനെ കുറിച്ച് ആണ് പറയുന്നത്. ഇത്രയും വിഷയങ്ങൾ വെളിപ്പാട് പുസ്തകം 1 മുതൽ 22 വരെ വളരെ കൃത്യമായി കാലക്രമം അനുസരിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. 3 ഭാഗങ്ങളായി വേർതിരിച്ച് നമ്മൾ ഈ വിഷയം പഠിക്കേണ്ടതാണ്. ഏതാണ് 3 ഭാഗങ്ങൾ? 1 പുതിയ ആകാശം, 2 പുതിയ ഭൂമി, 3 പുതിയ യെരുശലേം. പുതിയ ആകാശം, പുതിയ ഭൂമി, പുതിയ യെരുശലേം. ഇങ്ങനെ 3ആയി നമ്മൾ ഇനിയുള്ള ഭാഗത്തെ തിരിച്ചു പഠിക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് അതിന്റെ ക്രമം. പഠന സൗകര്യത്തിനായി പുതിയ യെരുശലേം, പുതിയ ഭൂമി, പുതിയ ആകാശം എന്നീ ക്രമത്തിൽ ഈ വിഷയങ്ങളെ യോഹന്നാൻ അപ്പസ്തോലൻ പരിശുദ്ധാത്മാവിനാൽ അടക്കി വെച്ചിരിക്കുകയാണ്. കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ ഇത് പഠിക്കുമ്പോൾ 4 പദപ്രയോഗങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ ഈ വിഷയം പഠിച്ചു തുടങ്ങിയ ആദ്യ നാളിലെ പറഞ്ഞതാണത്. ഏതാണ് ആ 4 പദപ്രയോഗങ്ങൾ? 1 അക്ഷരീയം, 2 ആത്മീയം, 3 ഭൗമികം, 4 സ്വർഗീയം. എന്താണ് അക്ഷരീയം? പറയുകയും എഴുതുകയും ചെയ്യുന്ന കാര്യങ്ങളെ
അക്ഷരാർത്ഥത്തിൽ തന്നെ ഗ്രഹിക്കുന്നതാണ് അക്ഷരീയം. പറയുകയും എഴുതുകയും ചെയ്യുന്ന കാര്യങ്ങൾ അക്ഷരീയമായി തന്നെ ഗ്രഹിക്കുന്നതാണ് അക്ഷരീയം. എന്നാൽ ആത്മീയം എന്ന് പറയുന്നത് വസ്തുമയമല്ലാതെ ചില വ്യാഖ്യാനങ്ങൾ കൊടുത്ത് പറയുന്നതാണ് ആത്മീയം. അതിനൊരു ഉദാഹരണം നമ്മൾ പറഞ്ഞാൽ, സമാഗമന കൂടാരത്തിലെ പിച്ചളത്തൊട്ടി, അതാണ് അക്ഷരീയം. എന്നാൽ അതിന്റെ ആത്മീയം എന്താണ്? യേശുക്രിസ്തുവിലുള്ള വിശുദ്ധീകരണം എന്നതാണ് ആത്മീയം. സമാഗമന കൂടാരത്തിലെ പിച്ചളത്തൊട്ടി എന്ന് പറയുന്നത് അക്ഷരീയമാണെങ്കിൽ, സമാഗമന കൂടാരത്തിലെ പിച്ചളത്തൊട്ടി യേശുക്രിസ്തുവിലുള്ള വിശുദ്ധീകരണത്തെയാണ് കാണിക്കുന്നത് എന്ന് പറയുന്നതാണ് ആത്മീയം. സഹസ്രാബ്ദ വാഴ്ചയിലെ നമ്മൾ പഠിച്ച 70 സംഭവങ്ങൾ, 70 കാര്യങ്ങളോളം, 70 സംഭവങ്ങളോളം നമ്മൾ പഠിച്ചു. അതിന്റെ എല്ലാം ആത്മീയ അർത്ഥം നമ്മൾ ഓരോ വിഷയങ്ങൾ പറഞ്ഞപ്പോഴും പഠിച്ചും ചിന്തിച്ചുമാണ് പോന്നത്. അതുകൊണ്ട് അവയ്ക്ക് അക്ഷരാർത്ഥമില്ല എന്ന് വരുന്നില്ല. അക്ഷരാർത്ഥമുള്ളതിന് ആത്മീയ അർത്ഥമുണ്ട്. നമുക്ക് പിച്ചളത്തൊട്ടി പോലെ അവിടെ കാണാൻ കഴിയുന്നതാണ് കണ്ണാടിക്കടൽ. സ്വർഗത്തിലുണ്ട്. സ്വർഗത്തിലെ വസ്തുക്കളെ കാണിച്ചു കൊടുക്കുന്നത് എബ്രായ ലേഖനം 8:5, പുറപ്പാട് 25:40. പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന മാതൃക പ്രകാരം അവയൊക്കെയും ഉണ്ടാക്കുവാൻ സൂക്ഷിച്ചു കൊള്ളണം. അപ്പൊ അത് സ്വർഗത്തിൽ നിന്ന് കാണിച്ചു കൊടുത്ത മാതൃകയാണ്. സ്വർഗത്തിൽ കുതിരകളുണ്ട്. വെളിപ്പാട് 19:11. പക്ഷേ നമ്മുടെ ആയുധങ്ങൾ കൊണ്ട് ആ കുതിരകളെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അതിൽ നിന്ന് രക്തം പുറപ്പെടുന്നതല്ല. യോഹന്നാൻ അത് നമുക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ സ്വർഗത്തിൽ കണ്ടതിനെ വെളിപ്പെടുത്തി തന്നതാണ്. അത് ഇവിടുത്തെ കടലാസോ തുകലോ ജീവനുള്ളതോ ഒന്നുമല്ല. പക്ഷെ യോഹന്നാൻ അത് കണ്ടു. അത് സ്വർഗീയമായ അഗ്നിമയ രഥങ്ങളും അഗ്നിമയ അശ്വങ്ങളും എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ. വെള്ളക്കുതിരമേൽ നമ്മൾ വായിക്കുന്നു. വെളിപ്പാട് 19:11-14 വാക്യം, വെളിപ്പാട് 20:12. ഇവിടെയെല്ലാം നമുക്കത് മനസ്സിലാക്കാനും കാണുവാനും സാധിക്കുന്നു. മറ്റൊരു വസ്തുത നമ്മൾ ഇതിനോടനുബന്ധിച്ച് മനസ്സിലാക്കേണ്ടത്, പ്രവചനങ്ങൾ പഠിക്കുമ്പോൾ, നമ്മൾ ആദ്യ ക്ലാസ്സിൽ പഠിച്ചതാണ്, പ്രവചനങ്ങൾ പഠിക്കുമ്പോൾ പ്രവചനങ്ങളുടെ ഒരു പർവ്വത നിര കാഴ്ചയുണ്ട്. പ്രവചനങ്ങളുടെ ഒരു പർവ്വത നിര കാഴ്ചയുണ്ട്. അത് എങ്ങനെയാ നമ്മൾ അന്ന് പറഞ്ഞതാണ്. ദൂരത്ത് നിന്ന് നാം വീക്ഷിക്കുന്ന പർവ്വതങ്ങളെ നാം വീക്ഷിക്കുമ്പോൾ പല കൊടുമുടികളും മലകളും നമുക്ക് അടുത്ത് കാണാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മൾ അതിൻ്റെ തൊട്ട് ഒന്നിനു പിറകെ ഒന്നൊന്നായി അടുത്തോട്ട് ചെല്ലും തോറും നമ്മൾ കൂടുതലായിട്ട് കാണും. കൂടുതൽ അടുക്കും തോറും രണ്ട് പർവ്വതങ്ങൾക്കിടയിലുള്ള ഇട നമ്മൾ കാണുകയാണ്.
രണ്ട് കുന്നുകൾക്കും ഇടയിൽ, അത് നമ്മൾ താഴ്വര എന്ന് പറയും. ഈ താഴ്വരയുടെ ദർശനം ഒരു പർവ്വതത്തിന്റെ മുകളിൽ കയറുമ്പോഴാണ് നമുക്ക് വ്യക്തമായി ലഭിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഓരോ പ്രവചനങ്ങളെ നമ്മൾ ഗ്രഹിക്കുന്നതും. പ്രവചനങ്ങൾ നിറവേറാൻ കാലഘട്ടത്തോട് അടുത്ത് വരുമ്പോൾ അത് കൂടുതലായിട്ട് വെളിപ്പെട്ടു വരും. ചുരുക്കി പറഞ്ഞാൽ ഏകദേശം 13, 14, 15 നൂറ്റാണ്ടുകൾ വരെ വെളിപ്പാട് പുസ്തകത്തെ കുറിച്ചുള്ള കൃത്യമായ വെളിപ്പാടുകൾ കിട്ടിയിരുന്നില്ല. എന്നാൽ 16-ാം നൂറ്റാണ്ട് മുതൽ വെളിപ്പാട് പുസ്തകത്തെ കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനം കിട്ടി. ഈ 21-ാം നൂറ്റാണ്ടിലേക്ക് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾക്ക് എല്ലാവർക്കും വളരെ സുഗ്രാഹ്യമാണ് വെളിപ്പാട് പുസ്തകത്തിന്റെ പഠനം. അതിന്റെ താഴ്വരകളെ കുറിച്ചുള്ള ബോധ്യം നമുക്ക് സുഗ്രാഹ്യമാണ്. ദൈവാത്മാവ് നമുക്കത് വെളിപ്പെടുത്തി തരികയാണ്. നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ഒരു വാക്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് കാണാതെ പഠിക്കണം. അന്ന് ഞാൻ പറഞ്ഞതാണ്, ഇന്നും ഞാൻ ആവർത്തിക്കുകയാണ്. 1 പത്രോസ് 1:10-11 വാക്യം. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെ കുറിച്ച്, നിങ്ങൾ ആ ഭാഗം എടുത്തു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെ കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിനാത്മാവ്, അഥവാ പ്രവാചകന്മാരിലുള്ള ക്രിസ്തുവിനാത്മാവ് ക്രിസ്തുവിന് വരേണ്ട കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുൻകൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. പ്രവാചകന്മാർ യേശുവിന്റെ ആത്മാവിൽ ആരാഞ്ഞു നോക്കി. അതിന്റെ ഉത്തരവോട് കൊടുത്തിട്ടുണ്ട്. അത് തങ്ങൾക്കായിട്ടല്ല, നിങ്ങൾക്കായിട്ടത്രയെന്ന് ആത്മാവ് അവർക്കത് വെളിപ്പെടുത്തി കൊടുത്തു. എന്ന് പറഞ്ഞാൽ സഭായുഗം എന്ന് പറയുന്ന ആ താഴ്വരയെ കുറിച്ച്, ആ കാലയളവിനെ കുറിച്ച്, ന്യായപ്രമാണ യുഗത്തിനും സഹസ്രാബ്ദ യുഗത്തിനും ഇടയ്ക്കുള്ള താഴ്വരയെ കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർക്ക് അത് ഏത്, എന്ത്, എങ്ങനെയെന്ന് നിശ്ചയമുണ്ടായിരുന്നില്ല. എന്നാൽ നമുക്ക് ആത്മാവ് അത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് സാരം. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലെ ഈ പ്രവചനങ്ങളുടെ പ്രദർശന രീതി, വെളിപ്പാട് പുസ്തകത്തിൽ ഈ പ്രവചനങ്ങളുടെ പ്രദർശന രീതി വെളിപ്പാട് പുസ്തകം 21-1 മുതൽ 22-5 വരെയുള്ള ഭാഗം നോക്കിയാൽ അതിന്റെ ആ ക്രമീകരണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ആദ്യത്തെ 7 വാക്യങ്ങളിൽ പുതിയ ആകാശത്തെക്കുറിച്ച്, പുതിയ ഭൂമിയെക്കുറിച്ച്, പുതിയ യെരുശലേമിനെ കുറിച്ച് എല്ലാം പൊതുവായി കാണിച്ചിരിക്കുന്നു നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിന്നീട് ആദ്യത്തെ 7 വാക്യങ്ങളില് പുതിയ ആകാശത്തെക്കുറിച്ച്, പുതിയ ഭൂമിയെക്കുറിച്ച്, പുതിയ യെരുശലേമിനെ കുറിച്ച് എല്ലാം ഒരു ജനറൽ ആയിരിക്കുന്ന ഒരു വിഷൻ നൽകിയിട്ടുണ്ട്. പിന്നീട് 21-9 മുതൽ 27 വരെയുള്ള 21-9 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ പുതിയ യെരുശലേമിന്റെ
അകത്തുള്ള കാര്യങ്ങളെ വെളിപ്പെടുത്തുകയാണ്. ആദ്യത്തെ 7 വാക്യങ്ങളിൽ അതിന്റെ പുറമെയുള്ള ഒരു കാഴ്ചപ്പാടാണ് കിട്ടുന്നതെങ്കിൽ, പിന്നീടുള്ള 9-ാമത്തെ വാക്യം മുതലുള്ള ഭാഗത്ത് പുതിയ യെരുശലേമിന്റെ അകത്തെ കാഴ്ചകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്രകാരം വെളിപ്പാട് പുസ്തകത്തിലെ ഓരോ ഭാഗങ്ങളും ബാഹ്യമായൊരു വിശദീകരണവും അതിന്റെ അകത്തുള്ള ഒരു വെളിപ്പെടുത്തലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും നമുക്ക് ഭൂമിയെക്കുറിച്ച് അത്യാവശ്യം ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഭൂമിയെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും അത്യാവശ്യം ചില കാര്യങ്ങൾ ഗ്രഹിക്കേണ്ടതുണ്ട്. ചിന്താതീതമായ, നമ്മുടെ ചിന്തയ്ക്ക് ഒതുങ്ങാത്ത 5 കാര്യങ്ങളുണ്ട്. നമ്മുടെ തലമണ്ടയ്ക്കകത്ത് ഒതുങ്ങാത്ത 5 കാര്യങ്ങൾ. നമ്മൾ പറയായിരിക്കും നമ്മുടെ മണ്ടയിൽ ഒതുങ്ങാത്ത ഒത്തിരി കാര്യങ്ങളുണ്ടെന്ന്. പക്ഷേ ശാസ്ത്രീയമായി ചിന്തിച്ചാൽ ചിന്താതീതമായ 5 കാര്യങ്ങൾ. 1, ദൈവം. 2, സ്ഥലം. 3, കാലം. 4, ആത്മാവ്. 5, ജീവൻ. ഈ കാര്യങ്ങളെ കുറിച്ചുള്ള ആന്തരികമായ ഒരു പഠനം ഇപ്പോഴും മനുഷ്യർക്ക് വ്യക്തമായി ലഭ്യമായിട്ടില്ല. നമ്മൾ ആദ്യം പറഞ്ഞു, പുതിയ യെരുശലേമിന്റെ പുറമേയുള്ളത് പഠിച്ചു. അകത്ത് കയറുമ്പോൾ വേറൊരു കാഴ്ചപ്പാടുണ്ട്. മനുഷ്യന് ഇതുവരെയും അകത്ത് കയറി പഠിക്കാൻ കഴിയാത്ത വിഷയങ്ങളാണ് ഇവയോരോന്നും. ഇന്നും മിസ്റ്ററിയാണ് പലതും. ദൈവം എന്താണെന്ന് പോലും യാതൊരു തിരിച്ചറിവും നമുക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. ആ ദൈവത്തെക്കുറിച്ച് പഠിക്കാൻ ഒരു കഴിവുമില്ലാത്ത നമ്മളാണ് പഠിച്ചിട്ട് ദൈവമില്ലെന്ന് പ്രഖ്യാപിക്കുന്ന വിഡ്ഢികൾ. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. ഞങ്ങൾക്കിത് ക്ലാസ്സിൽ തന്നപ്പോൾ ഞങ്ങളുടെ അധ്യാപകൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന നല്ല എക്സാമ്പിൾ ഉണ്ട്. എന്നാന്നറിയാമോ? സമുദ്രത്തിലെ വെള്ളം ഓട്ടയുള്ള കണ്ണൻ ചിരട്ടയുണ്ടല്ലോ, കണ്ണൻ ചിരട്ട കൊണ്ട് തേവി പറ്റിക്കാൻ ചെന്നിരിക്കുന്നവനെ പോലെയാണ് ദൈവത്തെക്കുറിച്ച് പഠിക്കാൻ ഒരുവൻ ശ്രമിക്കുന്നതെന്ന്. തുളയുള്ള ചിരട്ടയില്ലേ, ആ ചിരട്ട കൊണ്ട് വെള്ളം തേവി പറ്റിക്കാൻ ചെന്നിരിക്കുന്ന എവിടുത്തെ സമുദ്രത്തിലെ വെള്ളം എന്നതുപോലെയാണ് ദൈവത്തെക്കുറിച്ച് എല്ലാം പഠിക്കാനായിട്ട് തയ്യാറായിരിക്കുന്ന ഒരുവൻ എന്നന്ന് പറഞ്ഞു തന്നത് ഞാൻ ഓർക്കുന്നു. പോട്ടെ, നാം അധിവസിക്കുന്നത് ഭൂമിയിലാണ്. ഭൂമി ഉരുണ്ടതാണ്, പരന്നതല്ല, നമുക്കതറിയാം. അതിന് ഉദ്ദേശം 25,000 മൈൽ ചുറ്റളവുണ്ട്. ആ ഉരുണ്ട ഗോളത്തിന് 25,000 മൈൽ ചുറ്റളവുണ്ട്. സമുദ്രം ഒഴികെയുള്ള ബാക്കി മിക്കവാറും എല്ലാ ഭാഗത്തും മനുഷ്യവാസവുമുണ്ട്. അത് ഉരുണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മുകളിലാണോ താഴെയാണോ എന്ന് ആർക്കും നിർണയിക്കാൻ പറ്റുകയില്ല. ഇന്ത്യക്കാരൻ മുകളിൽ വരുമ്പോൾ അമേരിക്കക്കാരൻ താഴെയാണെന്നില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഭൂമിയുടെ ദിക്ക് പറയുന്നത് അത്ര കറക്റ്റ് അല്ല. ഭൂമി പടിഞ്ഞാറ് നിന്ന്
കിഴക്കോട്ട് അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ കറങ്ങുന്നു എന്ന വസ്തുത നമ്മൾക്കറിയാം. ഭൂമി അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് കറങ്ങുന്നത് പോലെ തന്നെ അതിന് പറയുന്ന പേരാണ് ദിനചലനം എന്ന് നമ്മൾ പറയും. അതിനെയാണ് 24 മണിക്കൂർ വേണം. വാർഷിക ചലനമുണ്ട്. അതെന്താണ്? ഭൂമി സൂര്യനെ ഒരു പ്രാവശ്യം ചുറ്റിക്കറങ്ങി വരുമ്പോഴേക്കും അങ്ങനെയുള്ള 365 ദിവസം വേണം. ഇപ്പൊ 2 തരത്തിലുള്ള ചലനമാണ് ഭൂമിക്കുള്ളത്. ഒന്ന് 24 മണിക്കൂർ എടുക്കുന്നത് സ്വന്തം അച്ചുതണ്ടിലുള്ളത്, 2 സൂര്യന് ചുറ്റുമുള്ളത്. നമുക്കറിയാമല്ലോ, സൗരയൂഥം, സോളാർ സിസ്റ്റം നമുക്കറിയാം. 9 ഗ്രഹങ്ങൾ, ഇപ്പോൾ അത് 10 എന്ന് അവകാശപ്പെടുന്നു. ഇവയെല്ലാം സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളാണ്. സൂര്യന്റെ വ്യാസം എത്രയാണെന്നറിയാമോ? സൂര്യന്റെ വ്യാസം 8,64,000 മൈലാണ്. 8,64,000 മൈലാണ് സൂര്യന്റെ വ്യാസം. ഭൂമിയുടെ വ്യാസം എന്ന് പറയുന്നത് 8,000 മൈലാണ്. ആദ്യം നമ്മൾ പറഞ്ഞത് ചുറ്റളവാണ്, ഇത് വ്യാസം. സൂര്യനിൽ നിന്ന് ഭൂമി കഴിയുന്നത് 9,4 കോടി മൈൽ ദൂരെയാണ്. നമ്മൾ അതിനെക്കുറിച്ച് കേട്ടാൽ സ്തബ്ധരായി പോകും. സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും അതിന്റെ ഉപഗ്രഹങ്ങളും ചിഹ്നഗ്രഹങ്ങളും എല്ലാം ചേരുന്നതാണല്ലോ സൗരയൂഥം. ഏകദേശം 2,310 കോടി മൈലോളം ചുറ്റളവുള്ള ആകാശഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളെയും വാൽനക്ഷത്രങ്ങളെയും മറ്റും ഉൾക്കൊള്ളുന്ന ഒരു മഹാസംഭവമാണ് നമ്മൾ ഈ പറയുന്ന സൗരയൂഥം എന്ന് പറയുന്ന ചെറിയ കാര്യം. കോടാനുകോടി നക്ഷത്ര വ്യൂഹങ്ങൾ ചേരുന്നതാണ് ഒരു ഗാലക്സി എന്ന് പറയുന്നത്. 1, 2, 10 1000 കോടിയിലധികം നക്ഷത്രക്കൂട്ടം, സൗരയൂഥത്തെ പോലെയുള്ള 1000 കോടിയിലധികം വരുന്ന നക്ഷത്രക്കൂട്ടങ്ങൾ ചേരുന്നതാണ് ആകാശമണ്ഡലം. നമുക്ക് ഇവിടെ നിന്ന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മറ്റൊരു നക്ഷത്രത്തിലേക്ക് നമുക്ക് യാത്ര ചെയ്ത് ചെല്ലണമെങ്കിൽ 24 ലക്ഷം കോടി മൈൽ വേണം. 24 ലക്ഷം കോടി മൈൽ സഞ്ചരിച്ചാലേ നമുക്ക് ഇവിടുന്ന് വേറൊരു നക്ഷത്രത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയൂ. ഇതിനെയെല്ലാം അളക്കാൻ കിലോമീറ്ററുകൾ കൊണ്ട് പറയാൻ പറ്റില്ലാത്തത് കൊണ്ട് ഇതിന്റെ ദൂരം പറയാനായിട്ട് പ്രകാശവർഷം ആണ് ഉപയോഗിക്കുക. പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത് 364 ഇൻറ്റു 364 ഇൻറ്റു 24 ഇൻറ്റു 60 ഇൻറ്റു
60 ഇൻറ്റു 1,86,000 മൈൽ. 1,86,000 മൈൽ. അങ്ങനെ ക്രിയ ചെയ്താൽ കിട്ടണത്രയെന്നറിയാമോ? 6 ലക്ഷം കോടി മൈൽ. അത്രമാത്രം ദൂരെ ഇന്ന് വരെ പ്രകാശം ഭൂമിയിൽ എത്താത്ത നക്ഷത്രത്തിന്റെ വെളിച്ചമുണ്ട്. ഈ വേഗതയിൽ സഞ്ചരിച്ചിട്ട് പോലും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മൾ വാനമേഘങ്ങളെ കീറി കടന്നു പോകുന്ന കാലത്ത്, ആകാശമണ്ഡലങ്ങളെ കീറി കടന്നു പോകുന്ന കാലത്ത്, നമ്മൾ പ്രകാശവർഷത്തേക്കാൾ കൂടിയ വേഗതയിൽ നമ്മുടെ സർവശക്തനായവന്റെ അത്യുന്നത സിംഹാസന സ്ഥാനത്തേക്ക് പറന്നു പറന്നു പോകുമെന്ന് പറയുന്നതിന്റെ ഔചിത്യം നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇന്നിപ്പോ പേടകത്തിനകത്ത് ധനമുള്ളവർ യാത്ര ചെയ്യുമ്പോൾ സാധുക്കളായ നമ്മളെ വലിയവനായ കർത്താവ് ഇവിടെ കയറി വരിക എന്ന് പറയുന്ന അവന്റെ ഒറ്റ വാക്കിനാൽ നമ്മൾ ആകാശഗോളങ്ങളെ വാഹനമേറി പ്രാണപ്രിയന്റെ അത്യുന്നത സിംഹാസന സ്ഥാനത്തേക്ക് പറന്നുയരുന്ന ഒരു ദിവസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആകാശം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു, അവന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോ എന്തുകൊണ്ടും ആകാശവും ഭൂമിയും നമ്മളെ എല്ലാം വളരെ ചിന്തിപ്പിക്കുന്നതും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതുമാണ് അവയെല്ലാം. നമ്മൾ ഇതിന്റെ ഒരു അറ്റത്ത് അങ്ങ് കോർണറിൽ ഒരു ചെറിയ ഒരു കൊച്ചു പൊടിയായിരിക്കുന്ന നമ്മളാണ് ദൈവത്തെ ചോദ്യം ചെയ്യാൻ പോകുന്ന വില്ലാളി വീരന്മാർ. എന്താ നമ്മുടെ പ്രൗഢി, എന്താ നമ്മുടെ കനം, എന്താ നമ്മുടെ നാക്കിന്റെ ഉശര്. പക്ഷെ നമ്മൾ എന്നെ ഉണ്ട്. ഇത് കേൾക്കുമ്പോ നമുക്ക് മനസ്സിലാവും, അയ്യേ ഞാൻ ഒന്നുമല്ല, ഒന്നും. എന്റെ ദൈവത്തിന്റെ വലിപ്പത്തിന്റെ കീഴെ ഞാൻ വെറും ബിഗ് സീറോയാണ്. എന്നാലും എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നല്ലോ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, അങ്ങനെ ആകാശത്ത് വിരിഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങൾ വളരെ നിരവധിയാണ്. ഇനി നമ്മൾ അടുത്ത ദിവസം പഠിക്കാൻ പോകുന്നത് സ്വർഗത്തെ കുറിച്ചാണ്. ഭൂമിയെ കുറിച്ച് ഇത്രയും നമ്മൾ മനസ്സിലാക്കുക. സ്വർഗങ്ങൾ നിങ്ങൾ ഹെഡിങ് ഇട്ട് നിർത്താം. നമ്മൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത, നമ്മുടെ ചിന്താമണ്ഡലങ്ങൾക്ക് ഉതകാത്ത ഒരു മഹാസംഭവമാണ് നമ്മൾ പാർക്കുന്ന ഭൂമി. അതിന്റെ ഉള്ളിലാണ് നരകം, അതിന്റെ ഉള്ളിലാണ് പാതാളം, അതിന്റെ ഉള്ളിലാണ് അഗ്നിപ്പൊയ്ക, അതിന്റെ ഉള്ളിലാണ് അഗാധ കൂപം. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, ഇന്ന് വരെയും നീ ഞങ്ങളെ നടത്തിയതിന് നന്ദി. ഒരു തെങ്ങിൻ തടിയുടെ പോലും ആയുസില്ല. തെങ്ങിൻ തടി പിന്നെ നട്ടാൽ ഇത്ര കാലം ജീവിച്ചിരിക്കും, നമുക്കൊരു കണക്കുണ്ട്. ഒരു വാഴ വെച്ചാൽ അത് 6 മാസത്തിന്റെ ഉള്ളിൽ അതൊരു കൊല വെട്ടാമെന്ന് നമുക്കൊരു കണക്ക് കൂട്ടലുണ്ട്. ഇപ്പോൾ ആധുനിക പ്ലാവിൻ തൈ വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ 2020 തെങ്ങ് ഒക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. ഇങ്ങനെ ഇതൊക്കെ വച്ചു കഴിഞ്ഞാൽ 5-ാം കൊല്ലം കായ്ക്കും, 3-ാം കൊല്ലം കായ്ക്കും എന്നൊക്കെ നമുക്ക് പല പല വാക്കുകളും പ്രയോഗങ്ങളും ഉണ്ട്. എന്നാൽ ചോദിക്കട്ടെ, നമ്മൾക്ക് ഇതിന്റെ എന്തെങ്കിലും ഗ്യാരണ്ടി നമുക്കുണ്ടോ? ഒരു വെച്ച വാഴ വെട്ടും ഒരു 6 മാസം കഴിയുമ്പോൾ അതിന്റെ കൊല വെട്ടുമെന്നെങ്കിലും കണക്ക് കൂട്ടലുണ്ട്. നമ്മൾ ദൈവവചനം പറഞ്ഞു, ഇന്ന പട്ടണത്തിൽ പോയി ഇന്ന ബിസിനസ് ചെയ്ത്
ലാഭമുണ്ടാക്കുമെന്ന് നീ ഹൃദയത്തിൽ പറയരുത്. ദൈവം കൃപ ചെയ്താൽ എന്ന് പറയണം. ഞാൻ അങ്ങനെ ചെയ്താൽ, അത് കൃപ ചെയ്താൽ എന്ന് പറഞ്ഞോളണം. ദൈവം കൃപയായാൽ. പ്രൈസ് ദ ലോർഡ്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ ദൈവമക്കളെ. നമുക്ക് വളരെ വിശ്വാസത്തോടെ, വളരെ ദൈവകൃപയോടെ നമുക്ക് അവന്റെ സന്നിധിയിൽ നമുക്ക് ആയിരിക്കാം. നിശ്ചയമായും അവൻ നമ്മെ അത്ഭുതകരമായി, അതിശയകരമായി നടത്തും. ദൈവത്തിന് സ്തോത്രം.